ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ക്രിസ്തുയേശുവിൽ ഞാൻ ഏറ്റവും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും എൻ്റെ എളിയ സ്നേഹവന്ദനം. കർത്താവിന് സ്തോത്രം. എന്തുകൊണ്ടാണ് ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നത്? യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. യേശു സ്നേഹിക്കുന്നവരെ ഞാനും സ്നേഹിക്കുന്നു. യേശു സ്നേഹിക്കുന്നവരെ ഞാനും ബഹുമാനിക്കുന്നു. കർത്താവിന് സ്തോത്രം. യേശുവിനെക്കുറിച്ച് പറയുമ്പോൾ യേശു ദ ലോർഡ് ഓഫ് ലോർഡ് ആൻഡ് ദ കിങ് ഓഫ് കിങ് ആണ്. പ്രഭുക്കന്മാരുടെ പ്രഭുവാണ് യേശു. യേശു വെറുതെ ഒരു പ്രഭുവല്ല, പ്രഭുക്കന്മാരെയും പ്രഭുവാണ്. യേശു ഒരു രാജാവ് മാത്രമല്ല, യേശു രാജാക്കന്മാരുടെ രാജാവാണ്. അതുകൊണ്ട് യേശു വലിയവനാണ്. ആ ശ്രേഷ്ഠനായ യേശു സ്നേഹിക്കുന്നവർ അവർ വിലപ്പെട്ടവരാണ്, വിലയേറിയവരാണ്. എൻ്റെ പ്രിയരെ, നിങ്ങളെ ഏവരെയും യേശു സ്നേഹിക്കുന്നു. ഈ ഒരു നിത്യസത്യം നാം മറന്നു പോകരുത്. നമ്മുടെ താഴ്ചകളിലും നമ്മുടെ വേദനകളിലൂടെ നാം കടന്നു പോകുമ്പോഴും, പ്രതിസന്ധികളിലൂടെയും പ്രശ്നങ്ങളിലൂടെയും നാം കടന്നു പോകുമ്പോഴും, ഞെരുക്കങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, അഥവാ തകർച്ചയിലൂടെ കടന്നു പോകുമ്പോൾ, നിങ്ങൾ ഒരിക്കലും വിസ്മരിക്കാതെ എന്നും ഓർക്കേണ്ട ഒരു സത്യമാണ്, യേശു എന്നെ സ്നേഹിക്കുന്നു. നിങ്ങളെനിക്കത് പറയണം. ഞാൻ പറയാറുണ്ട്, യേശുവേ അവിടുന്ന് എന്നെ സ്നേഹിക്കുന്നു, കർത്താവേ അവിടുന്ന് എന്നെ സ്നേഹിക്കുന്നു. ഈ ഒരു സത്യം, യേശു എന്നെ സ്നേഹിക്കുന്നു എന്നുള്ള സത്യം വാസ്തവമായി നാം തിരിച്ചറിഞ്ഞ് അത് അനുഭവിച്ച് നാം പറയുമ്പോഴും അത് ധ്യാനിക്കുമ്പോഴും നമ്മുടെ ജീവിതത്തിൽ തരുന്ന കരുത്ത് അത് വലുതാണ്. ഈ ഭൂമിയിൽ ആരും സ്നേഹിക്കുന്നില്ലെന്ന് തോന്നുന്ന ഒത്തിരി പേരുണ്ട്. ഭർത്താവ് വേണ്ടതുപോലെ എന്നെ സ്നേഹിക്കുന്നില്ലെന്ന് തോന്നുന്ന ഒരുപാട് ഭാര്യമാരുണ്ട്, ഉണ്ടാകാം. കാരണം പൂർണ്ണമായും ഒരു മനുഷ്യനെ സ്നേഹം കൊണ്ട് നിറയ്ക്കാൻ ഈ ഭൂമിയിൽ മനുഷ്യർക്ക് സാധിക്കുകയില്ല. അത് കഴിയുന്നത് യേശുവിന് മാത്രമേ ഉള്ളൂ. എവിടെയെങ്കിലുമൊക്കെ ഒരല്പം പാകപ്പിഴകൾ വരും. അപ്പോൾ മനുഷ്യൻ ചിന്തിക്കും, എന്നെ വേണ്ടതുപോലെ അവർ സ്നേഹിക്കുന്നില്ല, വേണ്ടതുപോലെ കരുതുന്നില്ല. എന്നെ കരുതുമായിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ പറയുമായിരുന്നു, ഇങ്ങനെയൊക്കെ എന്നോട് പെരുമാറുമായിരുന്നു, ഇങ്ങനെയുള്ളതായ ചിന്തകളുണ്ട്. പക്ഷേ അത് ഫില്ല് ചെയ്ത് 100% പൂർണ്ണമായി സ്നേഹിപ്പാൻ യേശുവിന് മാത്രമേ കഴിയൂ. കർത്താവിന് സ്തോത്രം. അതുകൊണ്ട് യേശു എന്നെ സ്നേഹിക്കുന്നു എന്നുള്ള ആ ചിന്ത എപ്പോഴും നമ്മുടെ ഹൃദയത്തെ ഭരിക്കണം. നമുക്ക് ലൂക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിലേക്കൊന്ന് വേഗം ചെല്ലാം. നാളുകളായി നാം ചിന്തിക്കുകയാണ്, ധ്യാനിക്കുകയാണ് വചനധ്യാനം. അവിടെ അനേക കാര്യങ്ങൾ നാം കണ്ടു. പത്രോസിനൊരു അനുഗ്രഹം കിട്ടി. പത്രോസ് ഉടനെ യേശുവിൻ്റെ പാദത്തിൽ വീണു. നമ്മുടെ ജീവിതത്തിലും ദൈവികമായ ഒരു അനുഗ്രഹം, അത് ആത്മീയമാകട്ടെ ഭൗതികമാകട്ടെ, ഏത് കിട്ടിയാലും യേശുവിൻ്റെ പാദത്തിലേക്ക് വീണുകൊള്ളണം. അനുഗ്രഹങ്ങൾ ലഭിക്കുമ്പോൾ ദൈവത്തെ മറന്നു പോകുന്നവരുണ്ട്. അനുഗ്രഹങ്ങൾ, ഭൗതികമായ അനുഗ്രഹങ്ങൾ ലഭിക്കുമ്പോൾ ലോകത്തിലേക്ക് ഇറങ്ങിപ്പോകുന്നവരുണ്ട്. ആത്മീയമായ അനുഗ്രഹം ലഭിക്കുമ്പോൾ അഹങ്കരിക്കുന്നവരുണ്ട്. എൻ്റെ എന്തോ മേന്മ കൊണ്ടാണ് ഇതൊക്കെ കിട്ടിയത്. അത് വീഴ്ചയുടെ തുടക്കമാണ്. കർത്താവിന് സ്തോത്രം. പ്രൈഡ് ഗോസ് ബിഫോർ എ ഫോൾ. ഒരു വീഴ്ചയ്ക്ക് മുമ്പ് ഒരു അഹങ്കാരമുണ്ട്. അത് സ്പിരിച്വൽ പ്രൈഡാണെങ്കിലും, അത് ഈ ലോകപ്രകാരമുള്ള അഹങ്കാരമാണെങ്കിലും, ഏതാണെങ്കിലും അത് വീഴ്ചയാണ്. വീഴ്ചയ്ക്ക് മുമ്പുള്ള ഒരു കാര്യമാണ്. എല്ലാം ദാനമെന്ന് നമ്മൾ ഓർക്കുന്നതാണ് ഏറ്റവും വലിയ ഭാഗ്യം. നേടിയതല്ല, തന്നതാണ്. വന്നതല്ല, കൊണ്ടുവന്നതാണ്. ഈ ഒരു ചിന്താഗതി എന്നും നമ്മുടെ ഉള്ളിൽ നാം വളർത്തിയെടുക്കണം. എൻ്റെ കേമം കൊണ്ടോ, എൻ്റെ പ്രാർത്ഥന കൊണ്ടോ, എൻ്റെ ഉപവാസം കൊണ്ടോ, എൻ്റെ സമർപ്പണം കൊണ്ടോ ഞാൻ നേടിയെടുത്തു എന്ന് നാം ചിന്തിക്കരുത്, പറയരുത്. എല്ലാം ദാനമാണ്, എല്ലാം കൃപയാണ്, എല്ലാം കരുണയാണ്. എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു പാട്ടാണ് കഴിവല്ല കൃപയാണെന്നുള്ള പാട്ട്. ഞാനത് പാടുന്നില്ല, പക്ഷേ ആ ഗാനം പലപ്പോഴും എന്നെ സ്വാധീനിക്കാറുണ്ട്. ഞാൻ തന്നെത്താനിരിക്കുമ്പോഴും മീറ്റിങ്ങുകളിൽ സംസാരിക്കുമ്പോഴും ആ വാക്ക് പറയാറുണ്ട്, കഴിവല്ല കൃപയാണ്. ഇവിടെ ശീമോൻ പത്രോസ് രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒരു പൊടിച്ചു മീൻ പോലും കിട്ടാതെ നിരാശപ്പെട്ടായിരിക്കുമോ? അങ്ങനെ വേദപുസ്തകത്തിൽ എഴുതിയിട്ടില്ല, പക്ഷെ നിരാശപ്പെടാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒന്നും കിട്ടാതെ ഒന്നുമില്ലല്ലോ എന്നോർത്തിരിക്കുമ്പോഴാണ് യേശു കടന്നു വന്നത്. ഹല്ലേലൂയ! അതൊരു തുടക്കമായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ ഒന്നുമില്ലായ്മ, ഒന്നും നേടിയില്ല എന്നോർത്ത് നിങ്ങൾ തളർന്നിരിക്കുമ്പോൾ യേശു നിങ്ങളുടെ പടകിലേക്ക് വന്നുവെങ്കിൽ അത് പ്രതീക്ഷ തരുന്നതാണ്. യേശു വന്നാൽ അവിടെ ചലനമുണ്ടാകും.
യേശു വന്നാൽ അവിടെ മാറ്റമുണ്ടാകും. യേശു വന്നാൽ അവിടെ അഭിവൃദ്ധി ഉണ്ടാകും. യേശു വന്നാൽ അവിടെ സന്തോഷമുണ്ടാകും. കുടുംബജീവിതത്തിൽ തകർന്നിരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഭാര്യയും ഭർത്താവും തമ്മിൽ ഭിന്നിച്ച് അഭിപ്രായ വ്യത്യാസം വന്ന് അകന്നു കഴിയുന്നവർ, രണ്ട് വീട്ടിൽ കഴിയുന്നവർ, അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? നിങ്ങളുടെ കുടുംബജീവിതത്തിലേക്ക് യേശു വന്നാൽ നിങ്ങൾ ഒന്നിക്കും. യേശു വന്നാൽ നിറവാണ്, സ്നേഹത്തിൻ്റെ നിറവ്, സമാധാനത്തിൻ്റെ നിറവ്, സൗഖ്യത്തിൻ്റെ നിറവ്, ആരോഗ്യത്തിൻ്റെ നിറവ്. ഓ ഹല്ലേലൂയ! നിറവ് തരുന്ന യേശു. യേശു പറഞ്ഞു, പത്രോസിനോട് പറഞ്ഞു, ജനത്തോട് സംസാരിച്ചതിന് ശേഷം പത്രോസിനോട് പറഞ്ഞു, ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വലയിറക്കുവേൻ. അപ്പോൾ പത്രോസിന് മീൻ കിട്ടിയില്ലെന്ന് യേശു അറിഞ്ഞു. അതേ, നമ്മുടെ ജീവിതത്തിൽ ഉള്ളതും ഇല്ലായ്മയും എല്ലാം യേശുവിനറിയാം. കർത്താവിന് സ്തോത്രം. പത്രോസിൻ്റെ പടക് നിറഞ്ഞു. വല കീറാറാകുവോളം മീൻ കിട്ടി. പടക് മുങ്ങുവാറാകുവോളം. പത്രോസിന് മാത്രമല്ല, പത്രോസിനോട് ചേർന്ന് നിന്നവർക്ക് അഭിവൃദ്ധി. അങ്ങനെയാണ് ദൈവമക്കളോട് ചേർന്ന് നിൽക്കുന്നവർക്കും ഒരു അഭിവൃദ്ധി ഉണ്ട്. ഇതൊരു സത്യമാണ്. എത്രയോ ആളുകൾ ആത്മാർത്ഥമായും പ്രാർത്ഥനയോടെ ആ ഒരു ദൈവാശ്രയത്തോടെ നിൽക്കുന്നവർക്കൊരു അഭിവൃദ്ധി ഉണ്ട്. അബ്രഹാമിനോട് ചേർന്ന് നിന്ന് ലോത്തിനൊരു അഭിവൃദ്ധി കിട്ടി. ലോത്തിന് ആടുമാടുകൾ ധാരാളം ഉണ്ടായിരുന്നു. കർത്താവിന് സ്തോത്രം. ഇങ്ങനെ എത്രയോ പേര്. പൗലോസ് അപ്പോസ്തലനോട് ചേർന്ന് നിന്ന് തീമോത്തിയോസിനൊരു അനുഗ്രഹം ഉണ്ടായിരുന്നു, അഭിവൃദ്ധി ഉണ്ടായിരുന്നു, ആത്മീയ അഭിവൃദ്ധി ഉണ്ടായിരുന്നു. തീത്തോസിന് അഭിവൃദ്ധി ഉണ്ടായിരുന്നു. അങ്ങനെ അപ്പോസ്തലനോട് ചേർന്ന് നിന്നവർക്ക് ശുശ്രൂഷയിൽ അഭിവൃദ്ധി ഉണ്ടായിരുന്നു. അപ്പല്ലോസിനും അതുപോലെ അങ്ങനെ അനേകം ദൈവമക്കൾക്ക്. ഞാൻ സാഹചര്യ വെച്ചത് അത് പറഞ്ഞതേ ഉള്ളൂ. ഒരു ദൈവദാസനിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഉണ്ടെന്നറിഞ്ഞാൽ അവിടെ വിഘടിക്കാതെ ചേർന്ന് നിന്നാൽ അതൊരു അനുഗ്രഹമാണ്. ദൈവനാമം മഹത്വപ്പെടട്ടെ. ഞാൻ ആ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നില്ല. പത്രോസിന് ഈ അനുഗ്രഹം കിട്ടിയപ്പോൾ പത്രോസ് യേശുവിൻ്റെ കാൽക്കൽ വീണു. എന്നിട്ട് പറയുകയാണ്, കർത്താവേ, ഞാൻ പാപിയായൊരു മനുഷ്യനാകൊണ്ട് എന്നെ വിട്ടുപോകണമേ. യേശു വിട്ടുപോക്കോളാൻ പറയുക. യേശു എന്നെ പോകാൻ പറയുന്നു. അത് വാസ്തവത്തിൽ ആ കാണുന്ന രീതിയിൽ നാം വ്യാഖ്യാനിച്ചാൽ അത് ശരിയായൊരു വ്യാഖ്യാനമാകുകയില്ല. പത്രോസിൻ്റെ എളിമയാണ് അവിടെ കാണിക്കുന്നത്. കർത്താവേ, വിശുദ്ധനായ പരിശുദ്ധനായ അങ്ങയുടെ മുമ്പിൽ നിൽപ്പാൻ എനിക്ക് യോഗ്യതയില്ല കർത്താവേ എന്നുള്ള ആ ഒരു എളിമയാണ് പത്രോസിൽ നിറഞ്ഞു കാണുന്നത്. അതേ പ്രിയരെ, നമ്മുടെ ജീവിതത്തിൽ അഭിവൃദ്ധി വരുമ്പോൾ, നിറവ് വരുമ്പോൾ നാം എന്നും എളിമപ്പെട്ടുകൊള്ളണം. ആത്മീയ ജീവിതത്തിൽ വലിയൊരു മർമ്മമാണത്. അനേക വീരന്മാർ പട്ടുപോയത് സ്വന്തം ജീവിതത്തിൽ, ശുശ്രൂഷയിൽ, അതുപോലെ ഭൗതിക തലങ്ങളിൽ അഭിവൃദ്ധികൾ, നന്മകൾ വരുമ്പോൾ തലവേരും, അല്പം അഹങ്കരിക്കും. ഞാൻ കേട്ടിട്ടുണ്ട്, ഞാൻ ഭയത്തോടെ കേട്ടിട്ടുണ്ട്, ചില ദൈവദാസന്മാർ ചില കൂട്ടായ്മകളിൽ സമയം കൊടുക്കും, ഡേറ്റ് കൊടുക്കും. വല്ലോ 50 100 പേരുള്ളതായ ഒരു ചർച്ചിൽ. പക്ഷേ അവർക്ക് ഒരു 1000 പേരുള്ള, 800 പേരുള്ള, 500 പേരുള്ള ചർച്ചിലേക്ക് അതേ ഡേറ്റിൽ ഒരു പ്രോഗ്രാം വന്നാൽ ഇത് ക്യാൻസൽ ചെയ്തിട്ട് അവർ അങ്ങോട്ട് പോകുമെന്ന് ഞാൻ അത്ഭുതത്തോടെ അത് ഓർത്തത്. എന്തുകൊണ്ടാണ് അതിൻ്റെ പിന്നിൽ വ്യാപരിക്കുന്നത്? ഈ 500 800 1000 പേരുള്ള ചർച്ചിൽ മകനെ നീ പോയാൽ എത്ര പേര് മാനസാന്തരപ്പെടുന്ന ദൈവത്തിനറിയാം. ഒരുപക്ഷെ നീ 50 100 പേരുള്ളതായ ചർച്ചിൽ മകനെ നീ പോയാൽ, ഒരുപക്ഷെ ആ കൂടിവരയിൽ പോയാൽ ചിലപ്പോൾ അവിടെ 30 പേര് മാനസാന്തരപ്പെടും. പക്ഷേ 800 പേരുള്ള സ്ഥലത്തേക്ക് നീ അവിടെ നിൻ്റെ പേരുയർത്താൻ വേണ്ടി, മകനെ നിൻ്റെ പദവി ഉയർത്താൻ വേണ്ടി നീ പോകുമ്പോൾ 5 പേര് പോലും മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ ആളുകൾ അധികമുള്ളിടത്ത് പ്രസംഗിക്കാൻ രസമാണ്, ഉത്സാഹമാണ്, ലോകപ്രകാരം പദവി കിട്ടുന്ന പോലെ നമുക്ക് തോന്നും. പക്ഷേ ദൈവസന്നിധിയിൽ വിലപ്പെട്ടത് വാക്കാണ്. ഒരു വാക്ക് പറഞ്ഞാൽ ആ വാക്കായിരിക്കണം ദൈവസന്നിധിയിൽ പ്രധാനപ്പെട്ടത്. നമ്മുടെ എളിമയായിരിക്കണം പ്രധാനപ്പെട്ടത്. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഒരാളുള്ള ഒരു സഭയിൽ, ഒരു കൂടിവരയിൽ എന്നെ വിളിച്ചാലും ഞാൻ കിലോമീറ്ററുകൾ യാത്ര ചെയ്ത് അവിടെ പോകും. ഇതൊരു ഭംഗിവാക്ക് പറയുന്നതല്ല. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് അങ്ങ് തമിഴ്നാട്ടിൽ ചെന്നൈയിൽ ഏലഗിരി എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് ഒരു സാക്ഷ്യം പറയാൻ എന്നെ വിളിച്ചു. സാധാരണ സാക്ഷ്യം പറയുക എന്ന് പറഞ്ഞാൽ ഒരു 25 മിനിറ്റ്, 15 മിനിറ്റ്, 20 മിനിറ്റ്, ഏറിയാൽ അരമണിക്കൂർ, 14 മണിക്കൂർ വണ്ടി ഓടിക്കണം. ഞാൻ ഗൂഗിളിലിട്ടപ്പോൾ കണ്ടതാണ്. ഞാൻ പറഞ്ഞു, തീർച്ചയായും ഞാൻ വരാം. മിക്കവാറും അങ്ങോട്ടുള്ള യാത്രയിൽ എന്നോടുകൂടി ഒരു സഹോദരൻ ഉണ്ടായിരുന്നു. ഒരു 90% ഞാൻ തന്നെ വണ്ടി ഓടിച്ചു. ഭംഗിയോ കേമോ അഹങ്കാരം പറയുന്ന അല്ല പ്രിയരെ, എളിമയോടെയാണ് ഇത് പറയുന്നത്. എന്തിനാണ് ഞാൻ ദൈവമക്കളോട് ഇത് പറയുന്നത്? എൻ്റെ യേശുവിനെ സാക്ഷിപ്പാൻ കിട്ടുന്ന അവസരം ആളുകളുടെ എണ്ണം നോക്കിയിട്ടല്ല, കൂട്ടായ്മയുടെ വലിപ്പം നോക്കിയിട്ടല്ല, കൂടിവരവുകളുടെ ശ്രേഷ്ഠ നോക്കിയിട്ടല്ല, പദവി നോക്കിയിട്ടല്ല. പാവപ്പെട്ട ദൈവജനത്തിന് യേശുവിനെ കാണിച്ചു കൊടുക്കാൻ ഒരവസരം കിട്ടിയാൽ നഷ്ടപ്പെടുത്തരുത്.
സ്തോത്രം. ഞങ്ങൾ ഒരു രാത്രി 11 മണിക്ക് വാഹനത്തിൽ കയറി ഓടിച്ചു. പിറ്റേ ദിവസം ഏതാണ്ട് 9 മണിയായപ്പോഴേക്കും അവിടെ ചെന്നു. അല്പം നേരത്തെ ചെന്നു. അന്ന് പകൽ അവിടെ ഉണ്ടായിരുന്ന ശുശ്രൂഷയിൽ പങ്കെടുത്തു. പിന്നീട് വൈകിട്ട് സാക്ഷ്യം പറയാൻ അവസരം തന്നു. 3/4 മണിക്കൂറുണ്ടായിരുന്നു. ആ ദൈവമക്കൾ അത്രയും സമയം തന്നു. സന്തോഷത്തോടെ കർത്താവിനെ സാക്ഷിച്ച് തിരുവനന്തപുരത്തിൽ നിന്നും ഏതാനും കാര്യങ്ങൾ സംസാരിച്ചു, ഷെയർ ചെയ്തു. ഞങ്ങൾ ഒരല്പം ഭക്ഷണം കഴിച്ചിട്ട് ഉടനെ തിരിച്ച് യാത്ര ചെയ്തു. പിറ്റേ ദിവസം ഉച്ച കഴിഞ്ഞപ്പോൾ എത്തി, ഇവിടെ നാട്ടിലെത്തി. കർത്താവ് അന്ന് കോട്ടയത്ത് ഒരു ശുശ്രൂഷ ഉണ്ടായിരുന്നു, അതിനും പോയി. ഞാൻ പറയുന്നത് ശുശ്രൂഷയ്ക്ക് പോയി എന്നുള്ള അഭിമാനം പറയാനല്ല. എൻ്റെ കർത്താവിൻ്റെ കൃപയാൽ ഏത് സ്ഥലത്ത് വിളിച്ചാലും പോകും. കഴിഞ്ഞ ക്രിസ്മസിൻ്റെ കാലഘട്ടത്തിൽ അടിമാലിയിൽ അങ്ങ് ഹൈറേഞ്ച് മേഖലകളിൽ 3-4 യോഗം ക്രമീകരിച്ചു. എൻ്റെ ജോലി കഴിഞ്ഞതിന് ശേഷം മിക്കവാറും ദിവസങ്ങളിൽ ഞാൻ തന്നെത്താൻ ഡ്രൈവ് ചെയ്ത് ആ സ്ഥലങ്ങളിൽ പോകാനിടയായി. പാവപ്പെട്ട ഒരു കൂട്ടം ദൈവജനം ആഗ്രഹത്തോടെ ആവേശത്തോടെ അവിടെ കാത്തിരുന്നു. എൻ്റെ പ്രിയരെ, അതെനിക്ക് സന്തോഷമാണ്. യേശുവിനെ സാക്ഷിക്കുന്നതും യേശുവിനെ ഉയർത്തുന്നതും യേശുവിനെ പ്രകീർത്തിക്കുന്നതും എനിക്ക് ആനന്ദമാണ്. ഞാൻ അന്നേരം എല്ലാം ഓർക്കും, കർത്താവേ, ഈ എളിയവനായ അടിയനെ ഇന്ന് വിളിച്ചു, നാളെ വിളിക്കണമെന്നില്ലല്ലോ. ഇന്ന് ദൈവമക്കൾ വിളിക്കുന്നു, ഇന്ന് പല സ്ഥലങ്ങളിൽ വിളിക്കുന്നു, യേശുവിനെ സാക്ഷിക്കാൻ വിളിക്കുന്നു, യേശുവിൻ്റെ തിരുവചനം പറയാൻ വിളിക്കുന്നു, കുടുംബമായി ചിലപ്പോൾ ഞങ്ങൾ വിളിക്കുന്നു, മറ്റുള്ളവർ സംസാരിക്കാൻ വിളിക്കുന്നു, പ്രാർത്ഥനാ വിഷയം പറഞ്ഞ് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് അനേകർ വിളിക്കുന്നു. നാളെ വിളിക്കാൻ പറ്റിയില്ലെങ്കിലോ? അതുകൊണ്ട് ആരെയും ഉപേക്ഷയായി വിചാരിക്കരുത്. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞത് പത്രോസിൻ്റെ ആ മനോഭാവം അത് മാതൃകയുള്ളതാണ്. പത്രോസ് യേശുവിൻ്റെ കാൽക്കൽ വീണിട്ട് പറഞ്ഞു, അപ്പാ, ഈ അനുഗ്രഹമൊന്നും ലഭിപ്പാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് എൻ്റെ അടുക്കൽ വരാൻ ഞാൻ യോഗ്യനല്ല. എൻ്റെ പടയിൽ അങ്ങ് കാലുകുത്താൻ ഞാൻ യോഗ്യനല്ല. ഞാൻ അർഹതയുള്ളവനല്ല. ആ ഒരു എളിമയെന്നും നാം നിലനിർത്തിയാൽ നമ്മുടെ ആത്മീയ ഭാവിക്ക് പ്രതീക്ഷയുണ്ടെന്ന് ഞാൻ പറയും. ആത്മീയ വളർച്ചയ്ക്ക് പ്രതീക്ഷയുണ്ട്. കർത്താവിന് സ്തോത്രം. നമ്മിൽ നിന്നും അഹങ്കാരത്തിൻ്റെ വാക്കുകൾ വരരുത്. മറ്റുള്ളവരോട് സംസാരിക്കുമ്പോഴും മറ്റുള്ളവരോട് ഇടപെടുമ്പോഴും ഒരുപക്ഷെ ഗൗരവമായി ചില കാര്യങ്ങൾ പറയാം, പക്ഷെ അത് അഹങ്കാരത്തിൽ നിന്നാകരുത്. ഒരാൾ തിരുത്താനായി അല്പം ഗൗരവമായി സംസാരിക്കാം, കുഴപ്പമില്ല, പക്ഷെ അത് അഹങ്കാരത്തിൽ നിന്നാകരുത്. എളിമയുള്ള ഹൃദയത്തിൽ നിന്നും ചിലപ്പോൾ മൂർച്ചയുള്ള വാക്കുകൾ പറയേണ്ടി വരും, ശക്തമായ ചില താക്കീതുകൾ കൊടുക്കേണ്ടി വരും, ചില തിരുത്തലുകൾ കൊടുക്കേണ്ടി വരും. അത് തെറ്റല്ല, അത് ദൈവവചനപ്രകാരമാണ്. കർത്താവിന് സ്തോത്രം. ഞാൻ കുറേ ചെറിയ കാര്യങ്ങളാണ് ഇപ്പോഴും പറഞ്ഞത്. എൻ്റെ പ്രിയരെ, വചനത്തിൽ പറയുന്നു, പത്രോസ് യേശുവിൻ്റെ കാൽക്കൽ വീണു, കർത്താവേ, ഞാൻ പാപിയായതുകൊണ്ട് എന്നെ വിട്ടുപോകണമേ എന്ന്. ആ ഒരു എളിമയാണ് പത്രോസിനെ അപ്പോസ്തലന്മാരിൽ ഏറ്റവും ശ്രേഷ്ഠനാക്കി തീർത്തത്. ആ ഒരു എളിമയാണ് ഒരൊറ്റ പ്രസംഗം കൊണ്ട് 3000 മാനസാന്തരപ്പെടാൻ ഇടയായത്. ആ മനോഭാവമാണ് സുന്ദരമെന്ന ദൈവാലയ ഗോപുരത്തിലിരുന്ന ആ മുടതിന് സൗഖ്യം കിട്ടാനിടയായത്. പ്രിയപ്പെട്ടവരെ, നമുക്കും എളിമപ്പെടാം. 2025 വന്ന അഹങ്കാരങ്ങളോടും തലക്കനത്തോടും ഉന്നതഭാവത്തോടും എനിക്കെന്നും ശുശ്രൂഷയുണ്ടെന്നുള്ള ആ മനോഭാവത്തോടും എനിക്കെന്നും ശുശ്രൂഷയുണ്ട്, അതുകൊണ്ട് ഞാൻ വലിയ വലിയ സഭകളിലെ പോകുകയുള്ളൂ എന്നുള്ള അഹങ്കാരമുള്ള മനോഭാവത്തോട് യാത്ര പറഞ്ഞ്, കർത്താവെ, അവിടുന്ന് നയിക്കുന്നിടത്ത് ഞാൻ പോകും. അതൊരു വ്യക്തിയാണെങ്കിലും 10 വ്യക്തിയാണെങ്കിലും സമ്പന്നമായ സഭയിലാണെങ്കിലും പാവപ്പെട്ട സഭയിലാണെങ്കിലും ഒരു പാവപ്പെട്ട ദൈവത്തിൽ മാത്രമുള്ള സ്ഥലത്താണെങ്കിലും ഞാൻ പോകും കർത്താവെ. അങ്ങനെ വിതയ്ക്കുന്നവരായി, കർത്താവിൻ്റെ ഇഷ്ടപ്രകാരം വിതയ്ക്കുന്നവരായി, ഹൃദയപ്രകാരമുള്ള മക്കളായി നമുക്ക് തീരാം. അതിനിടയാകട്ടെ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടട്ടെ. പ്രിയ സഹോദരി സഹോദരങ്ങളെ, താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ ഞങ്ങളുമായി കോൺടാക്റ്റ് ചെയ്താൽ തീർച്ചയായും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പ്രെയർ വാരിയേഴ്സ് ടീം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. കർത്താവ് നിങ്ങളെ നിറപടിയായി അനുഗ്രഹിക്കട്ടെ. ദൈവനാമം മഹത്വം.